ഹായ് ഫ്രണ്ട്സ്, ഐ എം മേഴ്സി എഡ്വിൻ, മറിയൻ ബുട്ടിക്, എറണാകുളം ആൻഡ് പത്തനംതിട്ട. നോക്കി, ഞാനിത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ്, ഐ എം മേഴ്സി എഡ്വിൻ എന്നാണ്. ഞാൻ മറിയൻ ബുട്ടിക്കിൻ്റെ ഓണറാണ്. 2019 ആണ് നമ്മളുടെ ഓൺലൈൻ മുഖേനയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് രാജാജി റോഡിൽ ഷോപ്പായി. കോൺവെൻറ്റ് ജംഗ്ഷനിലായിരുന്നു, എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു 390 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ IT ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയിൽ ആസ് എ ഫിനാൻസ് അഡ്മിനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ ബിസിനസ് എൻ്റേതായിട്ടുള്ള താല്പര്യപ്രകാരം ഞാൻ ബിസിനസ്സിലോട്ടും നീങ്ങിയാണ്. അതിനുശേഷമാണ് ഈ 2019 കോവിഡ് സമയത്ത് നമ്മളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ ഈ ഓരോ ദിവസവും ഉയർച്ച. ആ ഉയർച്ചയുടെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ വ്യൂവേഴ്സ്. ഞാൻ ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. എനിക്കിപ്പോൾ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ 4 ഷോപ്പുണ്ട്. അതായത് ഓൺലൈനും ഉണ്ട്, ഹോൾസെയിലും അവിടെ ഉണ്ട്. MG റോഡിൽ, രാജാജി റോഡിൽ സണ്ണി ഡയമണ്ട് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ നമ്മളുടെ റീറ്റെയിൽ ഷോറൂമുണ്ട്. ആ സമയത്താണ് എല്ലാ കസ്റ്റമേഴ്സും, എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാൻ പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ നാട്. അപ്പോൾ പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് എനിക്കൊരു ഷോപ്പ് ആയിക്കൂടാ എന്ന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ട് കാരണം പത്തനംതിട്ടയിൽ നമ്മളുടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ബിൽഡിങ് വെച്ച് നമ്മൾ മറിയൻ ടവറിൻ്റെ പേരിൽ ബിൽഡിംഗ് ആയി. അതിനുശേഷം അവിടെ എനിക്ക് ആ എല്ലാ പരിസരം, ഈ കേരളത്തിലുള്ള എല്ലാവരും, അതേപോലെ കേരളത്തിൽ നിന്നല്ല ഓൾ വേൾഡാണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത്. പുറത്തു നിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും അതുപോലെ നോർത്ത് ഇന്ത്യ എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ. പിന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുവാണ്. ജൂലൈ 7 എൻ്റെ പുതിയ ഷോറൂം, അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരി സെൻറ്റർ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല, ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട്, ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു വെഡ്ഡിങ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും. തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും, കാരണം അത്രമാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട്, എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതിലെല്ലാം എൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരാൾ തന്നെയല്ല. ഞാൻ ജസ്റ്റ് ഒന്നിൽ പൈസ മാത്രം ഇറക്കുന്നതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. അതൊന്നുമല്ല, പൈസ കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തരുന്ന ബാക്ക് സപ്പോർട്ട് എൻ്റെ സ്റ്റാഫാണ്. എൻ്റെ സ്റ്റാഫ് അവരെന്നെ ഒരു കുടുംബം പോലെ, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ, അവർ തരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലും ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അവർ തരുന്ന ഒരു കസ്റ്റമർ വ്യൂവേഴ്സ് അവർ തരുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നേക്കുന്നത്. ഇതെല്ലാം ദൈവകൃപ മാത്രമാണ്. ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൂടാതെ നമ്മളുടെ ഷോപ്പിൽ വരുമ്പോൾ ഏതൊരാൾക്കും നമുക്ക് നോർമലി എൻ്റെ കൂടുതലും ഒരു 30 മുതൽ ഒരു 80 വരെയുള്ള ഏജ് ലിമിറ്റുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരുന്നത്. കാരണം എന്നെ ഒരുപാട് അവരിഷ്ടപ്പെടുന്നത് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് 2 വർഷം 2019 2024 എനിക്ക് ബെസ്റ്റ് വുമൺ ഓൺട്രപ്രണർ എന്ന അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും. ഇപ്പം എൻ്റെ മകളാണ് ഇപ്പം ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഇൻചാർജ്. അപ്പം എൻ്റെ മകളെ കൂടെ വിളിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. മോളുടെ പേര് എമ്മി ട്രീസ എഡ്വിൻ എന്നാണ്. കല്യാണം കഴിഞ്ഞു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് എമീനാണ്.
അമ്മ കാരണമാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ഓൾ ബിക്കോസ് ഓഫ് ഹെർ ആൻഡ് ഹെർ സപ്പോർട്ട് ഞാൻ പിന്നെ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു. ഷീ സപ്പോർട്ടഡ് മീ ഓൾ ത്രൂ ദിസ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ. സോ ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ റോൾ മോഡൽ. സോ യെസ്. മലയാളത്തിൽ എല്ലാവരും അല്ല അമ്മ കാരണമാണ്, അമ്മയാണ് എൻ്റെ റോൾ മോഡല്. അതെ, അത്രേ ഉള്ളൂ. ഈ ഷോപ്പിന്റെ മോഡലും താങ്കളാണല്ലോ, ഫോട്ടോ ഒക്കെ വെളിയിൽ അതും അമ്മ കാരണമാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരണം എന്നൊന്നും താല്പര്യമില്ല. പിന്നെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എൻ്റെ ഫോട്ടോ വെപ്പിച്ചു. സോ യെസ്. പിന്നെ നമ്മളുടെ ഓരോ ഐറ്റം നമ്മളെല്ലാ സ്ഥലത്തും, കൽക്കട്ടയായി, വാരണാസിയായി, ബോംബെ ആയി, കാഞ്ചീപുരമായി, സേലമായി, എവിടെ ഏതൊക്കെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പോകാമോ ആ വ്യൂവേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി നമ്മൾ ഹാൻഡ് പിക്ഡ് കളക്ഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഓർണമെന്റ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഓർണമെന്റ്സും അവർക്ക് വേണം എന്നുള്ള ഒരു നല്ല എന്താ പറയുന്നത് ഒരു ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ ഓർണമെന്റ്സിന്, അത് മറിയൻ ബുട്ടിക്കിലാണ്, ഇത് ബ്രൈഡ്സ് ഓഫ് മറിയന്, അത് മറിയൻ ബുട്ടിക്കിലാണ്. മറിയൻ ബുട്ടിക്കിൽ ഓർണമെന്റ്സിൻ്റെ കൗണ്ടർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം കൂടുതൽ എനിക്ക് വിജയും ദേവികയും തന്ന സപ്പോർട്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ദിവസം ബൈ കോയിൻസിഡൻ്റ് എൻ്റെ ഷോറൂമിൽ വരികയും അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സും എൻ്റെ ഷോപ്പിലോട്ട് വരികയും എൻക്വയറി ചെയ്യും. രാജാജി റോഡിൽ, എറണാകുളത്തെ രാജാജി റോഡിൽ വെരി സൂൺ, ഇവിടുത്തെ ഇതൊരു കഴിഞ്ഞിട്ട് വെരി സൂൺ നമ്മുടെ ബ്രൈഡൽ കളക്ഷൻ്റെ ഇനിയും പുതിയൊരു വെഡ്ഡിങ് സെൻറ്റർ നമ്മൾ എറണാകുളത്ത് രാജാജി റോഡിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മളുടെ കയ്യിൽ വെറൈറ്റി സാരീസും ചുരിദാറും കുർത്തീസും ലേഡീസിന് വേണ്ടുന്ന ഫോർമൽസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോപ്പുകൾ ഇനിയും ഫ്യൂച്ചർ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്യാതുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ദൈവനമ്പുരാൻ തന്ന കൃപ ആണ് ഇങ്ങനെ ഇത്രയും ഈ ഒരു നിലയിൽ എന്നെ എത്തിച്ചേക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. അമ്മ കാരണം അമ്മ ഒരു കോർപ്പറേറ്റ് ജോലിക്കാരിയായിരുന്നു. ആൻഡ് അമ്മയുടെ ആ ഒരു ധൈര്യം, ജോലി വിട്ട് ഇങ്ങനൊരു കട തുടങ്ങാൻ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, തുടങ്ങിയാൽ എന്താവും. പക്ഷെ അമ്മ അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ അതെ, നമുക്ക് എല്ലാവർക്കും അമ്മ ഒരു ഇൻസ്പിറേഷനാണ്. അത് കാരണമാട്ടോ ഞാൻ പിന്നെ ഈ ഫീൽഡിലേക്ക് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ നല്ല സപ്പോർട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോന്, ഞങ്ങൾ ഇനീഷ്യലി കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ അടുത്താണ് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ അവൻ എനിക്ക് വേറെ, ഹീസ് എ മ്യൂസീഷ്യൻ, എറിക് ജോൺസൺ എന്നാണ് പേര്, മ്യൂസീഷ്യനാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്ക് ക്യാമറ വാങ്ങിച്ച് എനിക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താൽ. സോ ഒത്തിരി താങ്ക്ഫുള്ളാണ്. പിന്നെ ഈ കട ഞാൻ ഈ ബ്രൈഡ്സ് ഓഫ് മറിയൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹീസ് നോ മോർ, ഒരു മാസമായുള്ളൂ. പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കടയുടെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നു. ബൈ ഇൻസിഡൻ്റലി അങ്ങനെ ഒരു ഇതുണ്ടായി, ഞങ്ങളുടെ കുടുംബത്ത് അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും, എൻ്റെ സിസ്റ്റേഴ്സാണ് പത്തനംതിട്ടയിലെ കടയെല്ലാം അവരാണ് മാനേജ് ചെയ്യുന്നത്, എൻ്റെ അങ്കിളുമാണ്. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഓൺലൈനും ഹോൾസെയിലും റീറ്റെയിലും എറണാകുളത്ത് രാജാജി റോഡിലും കോൺവെന്റ് ജംഗ്ഷനിലും ഷോപ്പുണ്ട്. ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇതിപ്പോ നിങ്ങളുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതുണ്ടോ? അല്ലാണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻസ് ആയിട്ട് കസ്റ്റമർക്ക് ഇന്നത് വേണം, എന്തിലും ലെഹങ്ക, ഇപ്പൊ ഒരു പുതിയ സാരി അവരുടെ ഡിസൈനിൽ നമുക്ക് വീവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് കാഞ്ചീപുരത്ത് അതിനായിട്ടുള്ള സ്പെഷ്യലി വീവേഴ്സ് ഉണ്ട്. കസ്റ്റമർ തരുന്ന ഡിസൈനിന് തന്നു കഴിഞ്ഞാൽ ഒരു 15 days ടൈമിനുള്ളിൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വീവ് ചെയ്ത് കൊടുക്കുക. ലെഹങ്ക ആണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ചെയ്ത് തരുമെന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഗൗൺ ആണെങ്കിലും സാരി എനിത്തിങ്. പിന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട്, കസ്റ്റമൈസേഷൻ, ഹാൻഡ് വർക്കായി കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സിനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം? അതായത് സാധാരണ കസ്റ്റമേഴ്സ് മുതൽ ഏത് ലെവൽ വരെ? നമുക്ക് എല്ലാ സാധാരണ മുതൽ ഹൈ എൻഡ് വരെയുള്ള എല്ലാവരും. നമുക്കിപ്പോ ഇവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം എല്ലാവർക്കും കേറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ആരാണെങ്കിൽ പോലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും, ഇപ്പൊ നല്ല യങ് ബ്രൈഡ്സ് ആയി, ഇപ്പൊ അവർക്ക് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരിയായി, ലെഹങ്കയായി, എല്ലാവർക്കും പറ്റിയ സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ. ഇന്ന റേഞ്ചിന്നില്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചാണ്. ഒരു യൂണിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ എന്തായിരിക്കും ഉള്ളത്? നിങ്ങളുടേതായ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഐ തിങ്ക് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് കാഞ്ചീപുരം സാരീസ് ആണ്. കാരണം ഞാന്, അമ്മ, പിന്നെ എന്റെ മദർ ഇൻ ലോ, ഷീസ് ഓൾസോ ഹെൽപ്പ് മീ അ ലോട്ട്. ഞങ്ങൾ 3 പേരും കൂടെ പേഴ്സണലി പോയി ഹാൻഡ് പിക്ക് ചെയ്ത സാധനങ്ങളാണ്. സ്പെഷ്യലി വീവേഴ്സിന്റെ അടുത്ത് പോയി തപ്പിപ്പിടിച്ച് തെരഞ്ഞെടുത്ത് ദിവസങ്ങളോളം ഓടി അലഞ്ഞ് പോയി എടുത്ത് ഹാൻഡ് പിക്ക് ചെയ്ത് വിത്ത് ലവ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ യെസ്, എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സാരീസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങും ഇങ്ങനത്തെ സാരീസ് എന്തായാലും കിട്ടില്ല. അതിന് എനിക്ക് 100% അഷുറൻസ് തരാൻ പറ്റും. കാരണം അത്രയും നമ്മൾ കണ്ടറിഞ്ഞെടുത്ത പ്രോഡക്ട്സ് ആണ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ നമുക്ക് അറിയാം, ഇത്രയും നാളുകളുള്ള ഈ ഒരു ജേണി കൊണ്ട് നമുക്കറിയാം അവരുടെ ടേസ്റ്റ് എന്താണ്, അവർക്ക് ഏത് കളറാണ് വേണ്ടുന്നത്, അവരുടെ റേറ്റ് എന്താണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു നമുക്ക് സാധാരണ ലെവലിൽ നിന്നുള്ള ഒരു കസ്റ്റമേഴ്സ് മുതൽ മുന്നേ അങ്ങനെ ഒരു ഗ്രോത്ത് ആണ്. കാരണം ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ആളായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരോടും, എൻ്റെ വ്യൂവേഴ്സിനോട്, എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ഇനിയുള്ള സമയങ്ങളിലും നിങ്ങളുടെ മോറൽ സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ ആരും കൈവടി ചെയ്യരുത്, നിങ്ങൾ സപ്പോർട്ട് തരിക. നാളെ മോള് ടേക്ക് കെയർ ചെയ്യുമ്പോഴും മോൾക്കും ആ ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാം. പിന്നെ മോളുടെ എൻ്റെ മകൻ്റെ, അത് മോളെ കല്യാണം കഴിച്ച് അവർ ഫാമിലി ആണെങ്കിലും ഒരുപാട് നമുക്ക് സപ്പോർട്ടാണ്, ഒത്തിരി സപ്പോർട്ടാണ്. കാരണം നല്ലൊരു ദൈവനമ്പുരാൻ്റെ എല്ലാ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം.